അന്നത്തെ ഇന്ത്യയുടെ പ്രാഥമിക ആവശ്യങ്ങളിൽ എവിടെയും ഹൈവേകൾ ഉണ്ടായിരുന്നില്ല, പാലങ്ങൾ ഉണ്ടായിരുന്നില്ല. രാവിലെ ഭക്ഷണം കഴിച്ചാൽ രാത്രി എന്ത് കഴിക്കുമെന്ന് ആലോചിച്ചിരുന്ന ഒരു വലിയ ജനത, അസുഖം വന്നാൽ എങ്ങനെ ചികിത്സിക്കുമെന്ന് ആലോചിച്ചിരുന്ന ജനത, ഉടുതുണിക്കും മറുതുണിയില്ലാതിരുന്ന ഒരു ജനത, ആ ജനതയെ മുന്നിലേക്ക് പഞ്ചവത്സര പദ്ധതികളിലൂടെയും ഹരിത വിപ്ലവത്തിലൂടെയും കാർഷിക വിപ്ലവത്തിലൂടെയും ധവള വിപ്ലവത്തിലൂടെയും എല്ലാം മുന്നിലേക്ക് കൊണ്ടുവന്ന് അവസാനം എല്ലാവരും ഏകദേശം കയ്യിൽ മൊബൈൽ ഫോൺ പിടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു കാലത്താണ് BJP ഇന്ത്യയെ ഏറ്റെടുക്കുന്നത്. ആ ഏറ്റെടുക്കലിന് ശേഷം ഇത്രയും നാള് ഇന്ത്യക്ക് വേണ്ടി കോൺഗ്രസ് എന്ത് ചെയ്തു എന്നൊരു ചോദ്യമുണ്ടായ സാഹചര്യത്തിലാണ് ആ ചോദ്യം ശരിയല്ലല്ലോ, ഞാൻ അതിനോടൊപ്പം നിൽക്കേണ്ടതാണ് എന്നത് എന്റെ ഒരു കടമയാണ് എന്ന് കരുതി ഞാൻ ഈ ഒരു വലിയ മഹാപ്രസ്ഥാനത്തിന്റെ ഭാഗമായി വരുന്നതും ഇതിലേക്ക് വരുന്നതുമല്ല. ഫ്ലെക്സ് ബോർഡുകളുടെ എണ്ണത്തിലും പോസ്റ്ററുകളുടെ എണ്ണത്തിലും ഹോർഡിങ്ങുകളുടെ എണ്ണത്തിലുമെല്ലാം BJP ആയിരിക്കും മുന്നിൽ. വാർത്തകളിലും പത്രത്തിലും ഇന്റർനെറ്റിലും എപ്പോഴും LDF ആയിരിക്കും മുന്നിൽ. പക്ഷെ റിസൾട്ട് വരുമ്പം UDF ആയിരിക്കും മുന്നിൽ. അങ്ങനത്തെ ഒരു ടെക്നിക്ക്, ഒരു